അപ്പൊ ഏത് പാട്ടാ മോളെ പാടുന്നേ? ചിരി ചിരിയോ. ആ ചിരി ചിരിയോ. നല്ല പാട്ടാണ്. നമ്മുടെ ദീപക് ദേവിന്റെ. അതെ, അതെ. ക്രോണിക് ബാച്ചിലർ. ഈ പാട്ട് പാടിയത് ആരാന്നറിയാവോ? ഗംഗ ചേച്ചി. ഷീ വാസ് മൈ സ്റ്റുഡന്റ്. എന്താ ഒരു വാസ് ഇപ്പൊ അടിച്ച് പിരിഞ്ച? അങ്ങനെയാണ് അതിന്റെ അർത്ഥമല്ലേ? നെവർ. എന്റെ ഒരു ചിലപ്പോ തിരക്കുകൾ വരാം, രണ്ടുപേർക്കും തിരക്ക് വരാം. ആ വാക്കിനൊരിതുണ്ട്. അയ്യോ ഒരിക്കലും ഷീ വാസ് മൈ ഫ്രണ്ട്. മീനൂട്ടി, മീനൂട്ടി എനിക്കറിയാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ 10 വർഷം കഴിഞ്ഞ് മീനൂട്ടി വലിയ നടിയായിട്ട് ബോംബെ പോവാണെങ്കിൽ ഞാൻ പറയാം എനിക്ക് മീനൂട്ടി അറിയാം. പക്ഷെ ഞാൻ മീനൂട്ടി വാസ് മൈ ഫ്രണ്ട് എന്ന് പറയില്ല. അയ്യോ അതല്ല, എന്തോ ഒരിക്കലും. എന്റെ ഓരോ സ്റ്റുഡൻസുമായിട്ട് ഞാൻ 15 വയസ്സിൽ പഠിപ്പിച്ചു തുടങ്ങിയതാണ്. ഇന്നും എന്റെ ആദ്യത്തെ ശിഷ്യനുമായിട്ട്, ആദ്യത്തെ ശിഷ്യൻ ഓൾമോസ്റ്റ് എന്റെ വയസ്സ് 2-3 വയസ്സ് കുറവുള്ളൂ. വലിയ തടിമാടന്മാര് വന്നാലും മക്കളെ എന്നും പറഞ്ഞാണ് ഞാൻ പോയി പിടിക്കുന്നത്. അത്ര ഒരാളുമായിട്ട് ഒരിക്കലും. ഓരോരോ തിരക്കുകള്, അവർക്ക് ഓരോരോ വീട് വെക്കുന്നതിന്റെ തിരക്ക്, അത് തിരക്ക്, മിന്നി ചേച്ചിയുടെ ഒരു തിരക്കില്ലേ, എല്ലാം തിരക്ക്. ചില നേരം നമുക്കത് മാനേജ് ചെയ്യാൻ പറ്റില്ല. ക്ലാസ് ഒക്കെ ചിലപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും ചില കുറച്ച് നാള് പഠിച്ചു അങ്ങനെയൊക്കെ വരുന്നതാണ്. വാസിന്